think the girls with their nails done now. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ആംബിയൻ ലൈറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ടിയാഗോയിൽ. നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള അർജുൻ എന്ന് പറയും, എൻ്റെ നെയ്ബറാണ്. അപ്പോൾ അവൻ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ച് വന്നിട്ടുണ്ട്. 999 രൂപയാണ് കൊടുത്തേക്കുന്നത് അവർ, പക്ഷേ അവൻ എത്രയും 300 സംതിങ്ങിന് എന്തോ കിട്ടിയാണ്. ഞാൻ ആ ലിങ്ക് ഇട്ടേക്കാം. ഇതേ സെയിം സാധനം തന്നെയാണ് എൻ്റെ വണ്ടിയിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ആംബിയൻസ് ലൈറ്റ് ആയിട്ട്. അപ്പം എൻ്റെ വണ്ടിയിൽ ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻ്റെ വണ്ടിയിലും ചെയ്യാൻ പോകുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനൊന്നുമല്ല, വലിച്ചു തുറക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്, പല പല ബൾബുകൾ മിന്നിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ ഒരു ചാർജിങ് ഡോക്കല്ല, പവർ സപ്ലൈയുടെ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അഡാപ്റ്റർ എന്നൊക്കെ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ താരം മൊഡ്യൂളാണ്. ഇതിനകത്താണ് നമുക്ക് പവർ എടുക്കാനായിട്ട്. അപ്പം ഇതിൽ നിന്ന് വേണം പവർ സപ്ലൈ എടുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് ഇവിടെ പവർ സപ്ലൈ ടോൾ സോക്കറ്റൊന്നും കൊടുത്തിട്ടില്ല, എൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരല്പം റിസ്ക്കാണ്, എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് കണക്ഷൻ എടുത്ത് ഈ മൊഡ്യൂൾ ഇതിനകത്തൂടെ എടുക്കാവുന്ന രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്നുള്ള വർക്കിംഗ് പ്രൊസീജിയറിലോട്ട് പോകാം. സെൻട്രൽ കൺസോളിനുള്ളിൽ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വാട്ടർ ബോൾ ഹോൾഡിൽ റിമൂവ് ആക്കണം. എന്നാൽ മാത്രമേ കൈയ്യകത്തോട്ട് വെച്ചാൽ മൊഡ്യൂളിൻ്റെ കേബിളും ബാക്കിയൊക്കെ നമുക്ക് ലൈൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ട്രിമ്മർ ബോൾ ടൂൾ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവറിനൊരു കുത്തിപ്പിരുത്ത് കളയരുത്. പ്ലാസ്റ്റിക് ഇതാണൊക്കെ ടൂൾ കിറ്റുകൾ കിട്ടും, ലിങ്ക് ചെയ്യാൻ ഇട്ടേക്കാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ടൈ വാങ്ങിച്ചിട്ടുണ്ട്, കേബിൾ ടൈ അടിച്ച് പോകാനായിട്ട്. നല്ല പണിയുള്ള പണിയാണ്. ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ വേറെ ലോക്ക് കിട്ടിയുണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട. ജാവ സിമ്പിളാണ്. ഇതിനകത്ത് 8-ൻ്റെ ഒരു നട്ട് വരുന്നുണ്ട്, അത് നമുക്ക് റിമൂവ് ആക്കണം. അത് റിമൂവ് ആക്കിയാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് ലൈഡിങ് നപ്പിയിട്ട് കേബിളൊക്കെ അതിനകത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് റിമൂവ് ആക്കാം. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ലെങ്ത്ത് കുറഞ്ഞ കേബിളും അതുപോലെ തന്നെ ലെങ്ത്ത് കൂടിയതും വരുന്നുണ്ട്. നമുക്ക് ലെങ്ത്ത് കൂടിയത് ഇതിനുള്ളിൽ കൂടെ ഫ്രണ്ടിൽ കൊണ്ടുവരണം. ലെങ്ത്ത് കുറഞ്ഞ നമുക്ക് ഈ 2 സീറ്റിൻ്റെ അടിയിലത്തെ കവറിങ്ങിൽ ഒട്ടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇവിടെ 2 ലോക്ക് ഉണ്ടായിരുന്നു, അത് 2 റിമൂവ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതെ LED സ്ട്രിപ്പ് ഇതിനകത്തൂടെ കയറ്റി സീറ്റിൻ്റെ അങ്ങോട്ടുണ്ടെന്നടാ കേബിൾ താഴോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുവഴി വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി കേബിൾ ഇതിനകത്തൂടെ കൊണ്ടുവന്ന് ഇതുവഴി കറക്കി കയറ്റി നമുക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ അകത്തോട്ട് കയറ്റി ആദ്യം പറ്റുമെങ്കിൽ ഇച്ചിരി വലിച്ചെടുക്കുക കേബിൾ. അത്യാവശ്യം വേണ്ട ലെങ്ത്തിന് വലിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തൂടെ എടുക്കണം. ഇതിനകത്ത് ഈ കേബിൾ കയറ്റി ഇവിടെ ലോക്കുണ്ട്, ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ലോക്കുകളെ വീങ്ങി വന്നോളും. എന്നിട്ട് അതിനകത്തൂടെ എടുത്ത് കൊണ്ടുവരിക, ടോപ്പിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിർത്തുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് കാണുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അടിയിൽ കാണിക്കാൻ പറ്റുമോടാ ഈ ഭാഗം? കാണുന്നുണ്ട്. ഓക്കെ, ഈ ഭാഗത്ത് നമുക്ക് ഇത് ഒട്ടിക്കണം. ഓക്കെ, ഇപ്പം ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് ഫൈനലിലാകുമ്പോൾ എല്ലാം വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിക്കാം. കേട്ടാളോ? ആയിട്ടിട്ട്. അപ്പം രണ്ടാമത്തെ റൈറ്റ് സൈഡിൽ വരേണ്ടത് നമ്മൾ ഇതുവഴി കയറ്റി ഹാൻഡ് ബ്രാക്കിൻ്റെ ഈ സൈഡിൽ എടുക്കുക. ഇതുവഴി കേബിൾ നമുക്ക് ആവശ്യമുള്ള ലെങ്തിന് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ചെയ്ത സെയിം പ്രോസസ്സ് കേബിൾ ഇതിനകത്തോട്ട് കയറ്റുക. ഇതിനകത്തോട്ട് കയറ്റി സേഫാക്കി വയ്ക്കുക. നമ്മൾ പവർ കേബിൾ ലെങ്ത്ത് കുറവായതുകൊണ്ട് നേരത്തെ ഇതിനകത്തൂടെയായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ മൊഡ്യൂളിൽ അകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഹാൻഡ് ബ്രാക്കിൻ്റെ ഇടയിൽ കൂടെ കേബിൾ നേരത്തെ പോയ പൊസിഷനിലിട്ടു. അതുപോലെ തന്നെ സീറ്റിൻ്റെ അടിയിലോട്ടും കേബിൾ വലിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ബാക്കിലത്തേക്കുള്ളത് ഇവിടെ കിടപ്പുണ്ട്. ഈ നമുക്കിത് അതാത് സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിത് കേബിൾ ലെങ്ത്തിനനുസരിച്ച് ടാഗ് ചെയ്യണം, അല്ലെങ്കിൽ ടൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ടർ കേബിളിന് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൊഡ്യൂളെല്ലാം മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് അടിച്ചതിന് ശേഷം മൊഡ്യൂളെല്ലാം അകത്ത് വെച്ച് ആ ഒരു ചാർജർ ഡോക്ക് ഇവിടെ വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് എടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം അത് ചെയ്യാം. എന്തായാലും ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റ് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലൊക്കെ തന്നെ അതുകൊണ്ട് കാണിക്കാം നമുക്ക്.
അപ്പോൾ ഞാനിത് ടാഗ് ചെയ്തിട്ടില്ല, കേബിളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ലൈറ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ വണ്ടിയിൽ ഞാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നീറ്റ്നെസ്സായിട്ട് വന്നേക്കുന്ന ഏതാണെന്നുള്ളത്. കാരണം അവൻ്റെ ഇവിടെ ഭാഗത്ത് ട്രോളി സോക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ വെച്ചിരുന്നത്. അപ്പം അതല്പം വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. അപ്പം ട്രോളി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ട്രോളി സോക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് അവൻ്റെ വണ്ടിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെ ഓൺ ഓഫാക്കാം. കണക്ഷൻ ഇതുവഴി പൊക്കോളും, മൊഡ്യൂളെല്ലാം അടിയിൽ പൊക്കോളും, കേബിളെല്ലാം അടിയിൽ പൊക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ലൈറ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് ആ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ മൊഡ്യൂളിൻ്റെ താഴെ ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ടാഗ് അടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഈ പ്ലാസ്റ്റിൽ ഒട്ടിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് OBD സ്കാനറൊക്കെ അകത്തല്ലേ വരുന്നത്, അതിൻ്റെ കണക്റ്റിംഗ് പോയിൻ്റ് അകത്ത് വരുന്നുണ്ട്, അതിൽ ഒട്ടിച്ചിട്ട് ഇൻ കേസ് ഇളക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിസ്ക് ആവും. റിയർ പോർഷനിലേക്ക് വിസിബിലിറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെയെന്ന് വെച്ചു കണ്ടോ. അപ്പം അവിടെ നിന്ന് ആ ഒരു വെളിച്ചം നമ്മളിരിക്കുന്ന ഭാഗത്തായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ ആ ഒരു ഭാഗത്തായിട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ കുഴപ്പമില്ലാത്ത രീതിയിൽ വെളിച്ചം കിട്ടിക്കോളും. ഇത് മാക്സിമം ലോയിലാണ് ഇട്ടേക്കുന്ന ലൈറ്റ്. ക്യാമറയുടെ വെളിച്ചം കൂടുതലുള്ളതാണ്, അല്ലെങ്കിൽ ക്യാമറയിൽ എക്സ്പോഷർ കൂടുതലുള്ളതുകൊണ്ടാണ് അത്രയൊരു ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലിനി പല മിന്നി കത്തുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി റിമോട്ടിൻ്റെ ഫംഗ്ഷൻ നോക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓണാക്കുക. ഇതാണ് എൻ്റെ ഇതിനെന്തോടാ പറയുന്നത്, ആൻറ്റിന. ഇതിലടിക്കുമ്പോഴാണ് വർക്കാവുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിലെ റിമോട്ടിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെയാണ് ഈ TV യുടെ ഒക്കെ. ഇതിനകത്ത് കളർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റെഡ് ആയിട്ടേക്കുന്നത്, ഗ്രീന്, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, യെല്ലോ, സയാൻ, പർപ്പിൾ. ഓക്കെ, ഇതിനകത്ത് നമുക്കിപ്പം റെഡ് വണ്ടി ആയതുകൊണ്ട് റെഡ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇത് ബ്രൈറ്റ്നെസ് ഫുള്ളായിട്ടേക്കുന്നത്, നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മിനിമം ബ്രൈറ്റ്നെസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ DJ സെറ്റപ്പ് വരും. പിന്നെ ഇതിൽ ജംപ് മോഡ് കുറേ കാര്യങ്ങളുണ്ട്. ജംപ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മിന്നി കത്തിക്കോളും. ഓക്കെ, അതിൽ പല ടൈപ്പുണ്ട്. ഇൻ്റർവ്യൂ അനുസരിച്ച് ഓരോ ജംപ് മോഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നിടുന്ന സമയത്ത് ആ ഒരു വേരിയേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഡിലേ എടുത്തൊക്കെ മാറി വരും. പിന്നെ ഇതിൽ വേറൊരു മോഡുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പാട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ബാസിനൊക്കെ അനുസരിച്ച് നമുക്ക് ആ ഒരു ലൈറ്റ് മാറി വരുന്നത് അറിയാൻ പറ്റും. ഇനി പാട്ടിൻ്റെ എഫക്റ്റ് അനുസരിച്ച് സൗണ്ട് മാറുന്നതൊന്ന് കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം. എന്നിട്ട് അങ്ങനെയൊന്ന് I think the girls with their nails done now. Girls with their nails done. Girls with their nails done. അപ്പോൾ ഇതാണ് അർജു, മറ്റേതവൻ്റെ ഫ്രണ്ട്. പേരെങ്ങനെയാളാ? അബൈ. അപ്പം അർജുവിൻ്റെ വണ്ടിയാണ്. അർജുനെ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടു കാണാം. അപ്പോൾ അവൻ്റെ വണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ സൈനിങ് ഓഫ്, ആകർഷ ഷോ. ടാറ്റാ. മറ്റെടുത്തോളം.